എടാ മോനെ, ഇന്നലെ രാത്രി ഒരു വീട്ടിൽ കരണ്ടില്ല. ഇന്നാണ് കേറിക്കൂടുതലും. ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് ഞാൻ കുടുങ്ങി നിൽക്കുക. നീ ഒന്ന് വന്നേ, നമുക്കൊന്ന് നോക്കിച്ച് വരാം. നിക്കേ ഒന്ന് പല്ല് വെച്ചിട്ട് ഇപ്പൊ വരാം. പല്ലൊക്കെ വന്നിട്ട് തേക്കാം. നമുക്ക് ഓടിപ്പോട്ട് ഓടിങ്ങ് വരാം. അതെങ്ങനെ തോന്നട്ടെ, പല്ലൊക്കെ കണ്ടുവരിക. നിങ്ങൾ തിരക്കാക്കല്ലേ, ഒരു മിനിറ്റ്. വാ 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 പോവാ. നിക്ക് തോമസട്ടാ, നമുക്ക് ഒരു ചൂട് കട്ടൻ അടിച്ചാലോ? എടാ, കട്ടനൊക്കെ വന്നിട്ട് കുടിക്കാം. അല്ലെ നീ വാ, ഞാൻ നിനക്ക് കട്ടനാക്കട്ടെ. പാൽ വെച്ച് ചായ തരാം. വെറുതെ ഛർദിക്കും. ഒരു കട്ടനല്ലേ? എടാ അവിടെ എന്തോ ചെറിയ പ്രശ്നമുള്ളൂ. നമുക്ക് ഓടിപ്പോട്ട് ഓടിങ്ങ് വരാം. നിക്ക് തോമസട്ടാ, ഞാൻ തൊണ്ട നനയ്ക്കട്ടെ. നന്നായിരിക്കും. ചായക്ക് മധുരം ഇടണോ അല്ലെങ്കിൽ വിത്തൗട്ടാണോ? എനിക്ക് ചായ വേണ്ട. നിക്ക്, എനിക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഉൾവിളി വരും. ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. നീ എന്താ കളിക്കുവാണോ? നീ കുറെ മനുഷ്യട്ട് വട്ടം കിടക്കുന്നു. നിന്നെ അകത്ത് അവിടെ ആൾക്കാർ വെക്കുന്നത്. നീ വന്നത് ശരിയാക്കിയിട്ട് വേണം വെള്ളം അടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് മറ്റേ ചായ കൂടിയും കക്കൂസി പോകും. നിനക്ക് പറ്റത്തില്ല എന്ന് പറ. പറ്റത്തില്ല തോമസേട്ടന്റെ ഉണ്ട്. ക്ലോസറ്റ് ബ്ലോക്ക് ആയി ഞാൻ വരണം, സിങ്ക് ബ്ലോക്ക് ആയി ഞാൻ വരണം, വെള്ളം ഇല്ലെങ്കിൽ ഞാൻ വരണം, മോട്ടോർ കംപ്ലൈന്റ് ആയി ഞാൻ വരണം, സർവീസർ പൊട്ടിയാൽ ഞാൻ വന്ന് കെട്ടിത്തരണം, സ്വിച്ച്, പ്ലഗ്, ഫാൻ, റെഗുലേറ്റർ, എന്തിന് തെങ്ങിലെ തേങ്ങ വരെ ഞാൻ ഇട്ട് തരണം. എന്നിട്ട് പുതിയ വീടിന്റെ പണി വന്നപ്പോ കോഴിക്കോട് നിന്ന് സൂപ്പർ പണിക്കാരെന്നല്ലേ. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് മോനെ എന്റെ വീട്ടില് കരണ്ടില്ലെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പല്ല് പോലും തേക്കാണ്ട് ഇറങ്ങി വരാനേ എന്റെ വീട്ടില് കഴപ്പേലെന്നല്ല. ഇത്രയും കാലം ഞാൻ തോമസാറിന്റെ സൗകര്യം നോക്കിയിട്ടല്ലേ പണിയെടുത്തത്. ഇനി കുറച്ചാലും ഞാൻ എന്റെ സൗകര്യവും സമയം നോക്കിയിട്ട് വരാം. തോമസാറിന് തൽക്കാലം ചെല്ല്. എന്നാ താമച്ച അവനെന്തേ? അവൻ വരില്ലടാ. അവന് വീടിന്റെ പണി കൊടുക്കാത്ത ദേഷ്യത്തിലാ. ഇപ്പൊ എന്നായി? ഞാൻ അന്നേ പറഞ്ഞല്ലേ അവന് പണി കൊടുത്താൽ മതി. ഇതേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നീ അല്ലടാ പറഞ്ഞ നാട്ടിലെ തെണ്ടിയൊക്കെ ഒന്ന് പണി കൊടുക്കണ്ട, പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാൻ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ എന്നാ പറഞ്ഞോ നീ അങ്ങ് ചെയ്യോ? എന്നാ അടുപ്പിന്ന് കുറച്ച് കനല് വരെ അങ്ങ് തിന്നടാ. എന്നാ തിന്നുന്നില്ലേ? അവന് പണി കൊടുക്കാതെ പണി മാറ്റി കൊടുത്ത് ചെറ്റത്തരായിപ്പോയി. പിന്നെ ഉളുപ്പില്ലാതെ വിളിച്ച് ആരെയും കേറി വരുവോ? വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവൻ വരൂന്ന്. ആരും വന്നില്ലേ? ഇല്ലടാ, പരിപാടി വൈകുന്നേരം. എല്ലാരും വരുന്നേ ഉള്ളൂ. ഞാൻ സഹതാപം കൊണ്ട് വന്നൊന്നല്ല, എനിക്ക് എന്റെ ജോലിനോടൊരു ബഹുമാനമുണ്ട്, അതുകൊണ്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ? കണ്ടോ, മീറ്ററെ കറണ്ട് ഉണ്ട്, അകത്തേക്ക് കറണ്ട് വരുന്നില്ല. ഫ്യൂസ് പോയതാ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ? എന്ത്? അല്ല, ഫ്യൂസ് പോയതാന്ന്. നീ എപ്പോ പറഞ്ഞു? അതിപ്പോ സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ അല്ലേ? 500 എന്റെ ചാർജ് 500. 500? ഒരു ഫ്യൂസ് കെട്ടിയതിന് 500 രൂപ കൂലി, അതിച്ചിരി കൂടുതലല്ലടാ. ഇന്നലെ രാത്രി പോയതല്ലേ കറണ്ട്? ഇത്രയും നേരമായിട്ട് ഇത് ആരും കണ്ടുപിടിച്ചില്ലല്ലോ. അത് കണ്ടുപിടിച്ച് ഫ്യൂസ് കെട്ടിയതിന്റെ കൂലിയാ ഞാൻ ചോദിച്ചത്. അത് ഓക്കെ. ഞാൻ നിന്നെ വൈകുന്നേരം കണ്ട പോരണ്ടല്ലോ. ഇപ്പൊ കണ്ട പിന്നെ വൈകുന്നേരം കാണണ്ടല്ലോ. പിന്നെ ഇതിന് മുന്നേ എന്നെ ഒരു 10-36 തവണ കാണാന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അതിന്റെ ഒക്കെ കൂലി എനിക്ക് വേണം. ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് മതി, ഞാൻ വിളിക്കാം.